നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഈ നമ്മുടെ ആഹാരവും ക്യാൻസർ, അല്ലെങ്കിൽ നമുക്ക് ഈ ആവശ്യത്തിലധികമുള്ള ആഹാരം അല്ലെങ്കിൽ അഡൾട്രേറ്റഡ് ഫുഡും പിന്നെ ക്യാൻസറും. കാരണം ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ബോഡികളിലും ക്യാൻസർ സെല്ലുകളുണ്ട്. അത് നമുക്ക് പ്രതിരോധ ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് ക്യാൻസർ വരുന്നത്. അത് ഒരു കാരണം. പിന്നെ ഇനി നമുക്ക് ഏറ്റവും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ നാച്ചുറലായിട്ട് ഒരു ഫുഡും നമ്മൾ കഴിക്കുന്നില്ല. ഇപ്പോൾ എല്ലാം ഫാസ്റ്റ് ഫുഡാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലും അടുക്കള എന്ന് പറയുന്ന സംഗതിയില്ല, എല്ലാം ഫാസ്റ്റ് ഫുഡാണ്. ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ കുഴപ്പം എന്താണ്? അതിനകത്ത് ഇല്ലാത്ത വിഷാംശങ്ങളൊന്നുമില്ല. കാരണം ഇതെല്ലാം പ്രിസർവേറ്റീവ്സാണ് മാക്സിമം ചേർക്കുന്നത്. പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ ആഹാരം അല്ലെങ്കിൽ ഏതെങ്കിലും സബ്സ്റ്റൻസ് ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചേർക്കുന്ന കെമിക്കൽസാണ്. അപ്പോൾ അതിൽ ഒരു അണുക്കൾ പോലും ജീവിക്കില്ല. അതുപോലെ നമ്മുടെ ബോഡിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തി കംപ്ലീറ്റ് ഇല്ലാതാക്കും. പിന്നെ അത് മാത്രമല്ല, ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മൃഗങ്ങളുടെ കൊഴുപ്പ് ചേർന്നിട്ടുള്ള ഫുഡുകളാണ് ഏറ്റവും കൊടുക്കുന്നത്. അതിന് നമ്മൾ ഷവർമ, അതുപോലെ പിന്നെ കുഴിമന്തി, ഇതുപോലുള്ള ഫുഡുകളാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനെല്ലാം ആവശ്യം കഴിക്കുന്നത്. ഇതല്ലാതെ കുട്ടികൾക്ക് ഇപ്പോൾ അത് വേണ്ടാതാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് മലബന്ധം ഉണ്ടാവും, പിന്നെ ലിവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, പിന്നെ ഓക്സിജൻ ലെവൽ ബോഡിയിൽ കുറയും, പിന്നെ രക്തശുദ്ധിക്ക് പകരം കംപ്ലീറ്റ് ടോക്സിൻസാണ് ഉണ്ടാകുന്നത്. ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ വിഷാംശം. ഇതെല്ലാം നമ്മൾ കഴിക്കുന്നത് വിഷാംശമാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഫുഡ് അഡിക്ഷൻ, ഏറ്റവും വലിയൊരു അഡിക്ഷനാണ് ഫുഡ് അഡിക്ഷൻ. ഒരിക്കൽ സമയമാകുമ്പോഴത്തേക്ക് ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കണമെന്ന് തോന്നിക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്ന് പോലുള്ള കെമിക്കൽസാണ്, പ്രത്യേകിച്ച് അജിനോമോട്ടോ, ഇതെല്ലാം ബാൻ ചെയ്ത സാധനങ്ങളാണ്. ഒരു നിലവാരവും ഇല്ലാതെ നമ്മുടെ ഹോട്ടലുകളും മറ്റ് ഫുഡ് വിൽക്കുന്ന സ്ഥാപനങ്ങളും അവരുടെ ഫുഡ് വിൽക്കുന്ന സാധനങ്ങൾ അവരായിട്ട് ചേർക്കുന്നില്ല. അതേസമയം ഈ ഹോട്ടലുകൾ പാചകം ചെയ്യുന്നവർ ഈ പറയപ്പെടുന്ന എല്ലാം ചേർക്കും. പിന്നെ അത് മാത്രമല്ല, ഇത് ഏറ്റവും അൺഹൈജീനിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രതിരോധ ശക്തി കംപ്ലീറ്റ് പോകും. പ്രതിരോധ ശക്തി പോയി കഴിഞ്ഞാൽ ഏത് രോഗം ആർക്കും വരാം, പ്രത്യേകിച്ച് ക്യാൻസർ. ഈ ക്യാൻസർ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ശരീരത്തിലുമുണ്ട്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മൾ നിസ്സാരമായിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി ക്യാൻസറിൽ നിന്നും അതുപോലെ ഹാർട്ട് ഡിസീസിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഒരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കുക, ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കുക, ശുദ്ധമായിട്ടുള്ള വായു. ഇത് തന്നെ നമുക്ക് ആവശ്യം. ഇത് നമുക്കിപ്പോൾ കിട്ടാനേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും അഡൾട്രേഷനായി ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു 99% അസുഖങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോഗ്രാം ഒഴിവാക്കുക, അതുപോലെ ഈവൻ ബൈപ്പാസ് സർജറി ഒഴിവാക്കുന്ന ഹാർട്ടിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ്. ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ്. അതിന് പകരമുള്ള ഹാർട്ട് സ്കാൻ എന്ന് പറഞ്ഞാൽ വളരെ സേഫാണ്. പിന്നെ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് പേഷ്യൻ്റ് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. അതുപോലെ ബൈപ്പാസ് സർജറി കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. ഇതെൻ്റെ വേർഡല്ല, WHO തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഈ ലേസർ ബീംസ് അകത്ത് പോയിട്ട് ഈ ബ്ലോക്കുകളെ അത് അലിയിച്ച് കളയുകയാണ്. അതുകൊണ്ട് പേഷ്യൻ്റ് യാതൊരു ദോഷവശവും ഉണ്ടാകുന്നില്ല. ഒരു 90 to 95% ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു സ്ഥാപനത്തിലും ഈ ലേസർ തെറാപ്പി ബ്ലോക്കിന് വേണ്ടി കൊടുക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈപ്പാസ് സർജറി അപേക്ഷിച്ചിട്ട് വളരെ ചിലവ് കുറവുള്ളതാണ്. അപ്പം എൻ്റെ സെൻറ്ററിൽ പ്രധാനമായിട്ട് കൊടുക്കുന്നത് ലേസർ തെറാപ്പിയാണ്. അതുപോലെ തന്നെ എൻ്റെ ഇത് പ്രമാദമായിട്ടുള്ള പേഷ്യൻസ് നമ്മുടെ മാർത്താണ്ഡ മഹാരാജാവിൻ്റെ മകൻ പത്മനാഭ വർമ്മ, പിന്നെ അതുപോലെ നമ്മുടെ ഫോർമർ ഇന്ത്യൻ പ്രസിഡൻറ്റ് KR നാരായണൻ സാറ്, അദ്ദേഹത്തിന് ഒരു ബൈപ്പാസ് സർജറി ചെയ്താണ്. രണ്ടാമത് ചെയ്യാൻ ഒക്കുന്നില്ല. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ലേസർ എക്യുപ്മെൻറ്റ്സ് രാസഭവനിൽ പോയി താമസിച്ച് കൊടുത്തിട്ട് പിന്നെ അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു. പിന്നെ അതുപോലെ തന്നെ വേറെ ഞാൻ അമേരിക്കയിലായിരുന്നപ്പോഴത്തേക്ക് ഫോർമർ അമേരിക്കൻ പ്രസിഡൻറ്റ് ജിമ്മി കോർട്ടർ
അദ്ദേഹത്തിന് ഇത് കൊടുക്കാനുള്ളൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഇതേപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്കൊരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.